ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞങ്ങൾ പുനലൂർക്ക് പോകണം. അതെ, ഇല്ല, അറിഞ്ഞില്ല. എന്ത് നേട്ടമുണ്ടായി നിങ്ങൾക്ക്? ഒന്നും വന്നിട്ടില്ലല്ലോ ആർക്കും. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 12 മണിക്ക് അറിഞ്ഞത് പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. അറിയാവോ? ഞങ്ങൾ അറിയുന്നില്ല, ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അറിയുന്നത് സമരമാണെന്ന്. എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വായിക്കാത്തത് കേട്ടോ. ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാർ വീട്ടിലായിരുന്നു, അവന്മാർ ഇത് ചെയ്തേ. അവന്മാർ കാര്യം പറയില്ല, ജോലിക്ക് പോകുന്നില്ലേ? ഈ ഹർത്താലിന്റെ കാര്യം അറിയാതെ എത്തിയ പലർക്കും അവര് എന്റെ നാടായ പുനലൂരിലേക്ക് വരാൻ പോകുന്ന 2 ചേച്ചിമാരാ, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവരാ. അവർക്കുണ്ടായ അനുഭവം അതേപോലെ എത്ര ഇപ്പൊ തിരുവനന്തപുരത്ത് ബസ് അടഞ്ഞേക്കുക, കളിക്കവള തമ്പാനൂരിൽ നിന്നും കളിക്കവളയിലോട്ടും അതേപോലെ തന്നെ പാറശാല നെയ്യാറ്റിൻകരയിലൊക്കെ പോകുന്നവർ അവിടെ കിടന്നുകൊണ്ട് 2 മണിക്കൂറായിട്ട് അവിടെ ഡിലേ ആയിട്ട് കിടന്നവർ അവിടെ സംസാരം ഉണ്ടാക്കുക. ഇതിന് പ്രതികരിക്കേണ്ട നമ്മളാണ്. ഇപ്പം ഇവർക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവർ കുട്ടികളെ കൊണ്ടാണ് വരുന്നത്. ഇവർ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് KSRTC എന്ന് പറയുന്ന ബസ്. ഇത് തടയാൻ ആർക്കാണ് അധികാരം? നമ്മുടെ ഗവൺമെൻറ് പോലീസുകാർക്ക് അധികാരമുണ്ടോ? അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ ഇതേപോലുള്ള ഒഫീഷ്യലായിട്ടുള്ള മിനിസ്റ്റേഴ്സ്, അവർക്കൊക്കെ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ്റെ ഒക്കെ ഭാഗമായി തടയാം. അല്ലാതെ ഈ സമരം ചെയ്യുന്നവന്മാർക്ക് എന്ത് യോഗ്യതയും എന്ത് അധികാരമാണ് ഇത് തടയാൻ? ഇവന്മാർക്ക് ഒരു പേടിയില്ല. ഇത് തടഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രീതിയിലുള്ള ഭവിഷ്യത്തുകളും ഉണ്ടാകില്ല എന്നുള്ള ധൈര്യം കൊണ്ട് മാത്രമല്ല ഇവന്മാർ ഇത് തടയുന്നത്, അല്ലേ? അതെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ എന്തോരം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്? ഈ ഇങ്ങനെ സമരം ചെയ്യാൻ ഇറങ്ങുന്നവരെ നല്ല ചൂരലും എടുത്ത് അടിച്ച് ഒട്ടിച്ച പ്രശ്നമുണ്ടോ? സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വരുമ്പം അത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കാര്യമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇവർ സമരം ചെയ്യാൻ വരുന്നത്. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അവിടെ അതും വേറെ ഒരു സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കാത്ത സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാത്രമായിരിക്കും പ്രക്ഷോഭം നടക്കുന്നത്. അവിടെ അടിയും വഴക്കും ജലവീരങ്കി അടിയും മറ്റേതും മറിച്ചതും എനിക്കറിയത്തില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ്. എന്നാൽ അതെന്താ ഇങ്ങനെ? ഇതിപ്പോൾ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമില്ലേ? കേരളത്തിലെ എല്ലാ ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമില്ലേ? കേരളത്തിൽ വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമില്ലേ? അപ്പം ഇതെന്താ ഈ കാര്യങ്ങളെന്താ ഇവിടെ യൂസ് ചെയ്യാത്തത്? വൈ? എന്തുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നില്ല? ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടത് നമ്മൾ ജനങ്ങളാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പം ഈ 2 പേര് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്, അതായത് സമരത്തിനോടൊന്നും യോജിക്കാതെ ചെയ്യുന്നത്. ഒരു പയ്യൻ ശരിയാണ്